ഹായ് കുട്ടികളെ, നമ്മൾ ബേസിക് സയൻസിൻ്റെ 4th ചാപ്റ്ററായ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിത്ത് വിതരണത്തെക്കുറിച്ചല്ലേ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ഇലകളുടെ കാര്യമാണ്. അതായത് വെറൈറ്റി ഇൻ ലീവ്സ് ആണ്. ഇലകളിലെ വൈവിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 2 ഇലകൾ തന്നിട്ടുണ്ടല്ലേ. 2 ടൈപ്പിലുള്ള 2 ഇലകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കാം നമുക്ക്. വാട്ട് ഈസ് റിമൈനിങ് ഇൻ ദീസ് ലീവ്സ് ദാറ്റ് ഹാവ് ലോസ്റ്റ് ദെയർ ഗ്രീൻ പാർട്സ്? ഈ പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഈ ഇലകളിൽ അവശേഷിക്കുന്നത് എന്താണ്? It is through these parts water is brought to the leaf and food is taken from the leaf. ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ്. ദീസ് ആർ ദ വെയിൻസ് ഓഫ് ദ ലീവ്സ്. ഇവയാണ് ഇലകളിലെ വെയിൻസ് അല്ലെങ്കിൽ സിരകൾ. നോക്കിക്കേ, നമ്മൾ ചിത്രത്തിലേക്ക് നോക്കിയേ, സിരകൾ കണ്ടോ? അതെ, ഈ ഭാഗങ്ങളാണ്. നമ്മൾ ഈ നടുക്കുകൂടെ ഒരു പ്രധാനപ്പെട്ട ഒരു വെയിൻ കണ്ടോ. പിന്നെ അതിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചസ് പോലത്തെ വെയിൻസ് കണ്ടോ. ഇവയാണ് നമ്മൾ വെയിനുകളെന്ന് വിളിക്കുന്നത്. ആർ ദ വെയിൻസ് അറേഞ്ച്ഡ് ഇൻ ദ സെയിം വേ ഇൻ ബോത്ത് ദ ലീവ്സ്? നോക്കിക്കുക, ഈ 2 ചിത്രങ്ങൾ നോക്കിയിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ഈ 2 ഇലകളിലെയും സിരകൾ വിന്യസിച്ചിരിക്കുന്നത്, വെയിൻസ് വിന്യസിച്ചിരിക്കുന്നത് എങ്ങനെയാ, ഒരുപോലെയാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സെയിം വേയിലാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. Look at the first picture. You can see in the middle of the leaf a main vein extending from the node to the tip. നമുക്ക് കാണാൻ പറ്റുന്ന ആദ്യത്തെ ചിത്രത്തിലേക്ക് നമ്മളോട് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ആദ്യത്തെ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് മിഡിൽ ഭാഗത്ത് ഇലയുടെ ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന ഒരു മെയിൻ വെയിൻ ഉണ്ടല്ലേ. മെയിൻ വെയിനിലേക്ക് നോക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ മെയിൻ വെയിനിൽ നിന്നും പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ ചെറിയ ബ്രാഞ്ചസ് തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് എന്തുപോലെ കാണപ്പെടുന്നു? നെറ്റ് പോലെ കാണപ്പെടുന്നു. ഇതിനെ പറയുന്ന പേരാണ്, ഇങ്ങനെയുള്ള വീനേഷനെ പറയുന്ന പേരാണ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. Many small branches that come out from it are connected to each other like the links of a net. അതായത് ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അങ്ങ് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന മെയിൻ വെയിനും അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് എന്തുപോലെ കാണപ്പെടുന്നു? നെറ്റ് പോലെ കാണപ്പെടുന്നു. ഇത്തരത്തിലുള്ള വീനേഷനെ പറയുന്ന പേരാണ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. അല്ലെങ്കിൽ റെട്ടിക്കുലേറ്റ് വീനേഷന് മലയാളത്തിൽ പറയുന്നത് ജാലികാ സിരാവിന്യാസം എന്നാണ് പറയുന്നത്. അപ്പം ഈ ചെടി ഈ ഇല നോക്കിക്കുക, അങ്ങനെയല്ല ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏത് വീനേഷനാണ് ഉള്ളത്? ഈ ഇലയിൽ റെട്ടിക്കുലേറ്റ് വീനേഷൻ ആണല്ലേ. In the second picture, did you see that all the veins in the leaf start from the node of the leaf and reach the tip in parallel without touching each other? This is പാരലൽ വീനേഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ ചിത്രത്തിൽ ഇലയെ നോക്കിക്കേ, ഇലയിലെ വെയിൻസ് എല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സ്റ്റെമ്മിൽ നിന്ന് തുടങ്ങി പാരലൽ എന്ന് വെച്ചാൽ സമാന്തരമായി ഇലയുടെ അഗ്രഭാഗത്ത് ടിപ്പിലെത്തി എന്ത് ചെയ്യുന്നു? യോജിക്കുന്നു. ഇങ്ങനെയുള്ള വീനേഷനെ പറയുന്ന പേരാണ് പാരലൽ വീനേഷൻ അല്ലെങ്കിൽ സമാന്തര വീനേഷൻ. അപ്പോൾ ഇത് 2 വീനേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്ന് റെട്ടിക്കുലേറ്റ് വീനേഷനും 2 പാരലൽ വീനേഷനും. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിക്കും. റെട്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് മനസ്സിലായല്ലോ മക്കളെ. ഇലഞ്ഞെട്ടിൽ നിന്ന്, അതായത് ഇലയുടെ സ്റ്റെമ്മിൽ നിന്നും ഏറ്റവും അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന ഒരു മെയിൻ വെയിനും അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ബ്രാഞ്ചസ് ഈ ബ്രാഞ്ചസ് നമ്മൾ എങ്ങനെയായിരിക്കും? ബ്രാഞ്ചസുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിരിക്കും ബന്ധപ്പെട്ട് എന്തുപോലെ കാണപ്പെടും? നെറ്റ് പോലെ കാണപ്പെടും, വലക്കണ്ണുകൾ പോലെ കാണപ്പെടും. ഇങ്ങനെയുള്ള വീനേഷനെ പറയുന്ന പേരാണ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. പാരലൽ വീനേഷൻ ഇതൊന്നുമില്ല ഇലയിലെ വെയിനുകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടത്തില്ല പരസ്പരം മുട്ടാതെ ഇലയുടെ സ്റ്റെമ്മിൽ നിന്നും പാരലായിട്ട് ഇലയുടെ അഗ്രഭാഗത്ത് എത്തിയിട്ട് എന്ത് ചെയ്യും? എല്ലാം കൂടെ ഒരുമിച്ച് യോജിക്കും. ഇങ്ങനെയുള്ള വീനേഷനെ പറയുന്ന പേരാണ് പാരലൽ വീനേഷൻ. ഓക്കെ, observe the surroundings and find leaves with these 2 kinds of venations and write the names of plants. നമ്മുടെ പരിസരമൊക്കെ നിരീക്ഷിച്ച് ഈ 2 തരത്തിലുള്ള വീനേഷനുകളുള്ള ഇലകളൊക്കെ കണ്ടെത്തി ചെടികളുടെ പേരെഴുതാനാണ് നമ്മളോട്
പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രണ്ട് ഇലകളുടെ ചിത്രം നമുക്ക് താഴെ തന്നിട്ടുണ്ട്. റെട്ടിക്കുലേറ്റ് വീനേഷനുള്ള ഒരു ഇലയും അതുപോലെ പാരലൽ വീനേഷനുള്ള ഒരു ഇലയും നമുക്ക് തന്നിട്ടുണ്ട്. കൂടുതൽ എക്സാമ്പിളുകൾ ചെടികളുടെ പേരെഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് റെട്ടിക്കുലേറ്റ് വീനേഷനുള്ള ഏതൊക്കെ അറിയാം? നമുക്ക് ഏകദേശം ജാക്ക് ഫ്രൂട്ട് ട്രീ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? പ്ലാവ്, പ്ലാവിൽ എൻ്റെ ഇല എങ്ങനെ റെട്ടിക്കുലേറ്റ് വീനേഷനുള്ളതാണ്. പിന്നെ ഏകദേശം ബീൻസിൻ്റെ ഇല റെട്ടിക്കുലേറ്റ് വീനേഷനുള്ള. ഓക്ക് ട്രീസ് എന്ന് വെച്ചാൽ എന്താ? ഓക്ക് ട്രീസിലും എന്താ ഉള്ളത്? റെട്ടിക്കുലേറ്റ് വീനേഷനാണുള്ളത്. പിന്നെ ഏതാ? ടൊമാറ്റോ അല്ലേ? ടൊമാറ്റോയുടെ ലീവ്സ് എന്താ? റെട്ടിക്കുലേറ്റ് വീനേഷനായിരിക്കും. പിന്നെ സൺഫ്ലവർ കൊടുക്കാം, ഹിബിസ്കസ്, കുക്കുംബർ, ജാസ്മിൻ പ്ലാന്റ്, ഇവിടെ എല്ലാ ഇലകൾ റെട്ടിക്കുലേറ്റ് വീനേഷൻ ഉള്ളതായിരിക്കും. പിന്നെ നമുക്ക് പാരലൽ വീനേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ബാമ്പു തന്നിട്ടുണ്ട് അല്ലേ? ബാമ്പു ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് തന്നിട്ട് മുള. പിന്നെ ഏതൊക്കെ? നമുക്ക് ബനാനയുടെ ഇല കൊടുക്കാം. ബനാനയുടെ ഇല എങ്ങനെയാണ്? പാരലൽ വീനേഷനാണ്. പിന്നെ പാം ട്രീസ്, പിന്നെ ഗ്രാസസ് അല്ലേ? പുല്ലുകളുടെ എല്ലാ ഇലകളും എന്തുവാ? പാരലൽ വീനേഷനാണ്. ഗ്രാസസ് ഇവയൊക്കെ നമുക്ക് പാരലൽ വീനേഷൻ എക്സാമ്പിളായിട്ട് കൊടുക്കാം. പിന്നെ നോക്കിക്കേ, ഈസ് ദെയർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വീനേഷൻ ഓഫ് ലീവ്സ് ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദെയർ റൂട്ട്സ്? എന്താ ചോദിച്ചിരിക്കുന്നത്? ഇലകളിലുള്ള സ്ഥിരാവിന്യാസവും ഇലകളിലുള്ള വീനേഷനും അതുപോലെ തന്നെ വേരിൻ്റെ ഘടനയും റൂട്ട്സും തമ്മിൽ എന്തെങ്കിലും റൂട്ടിൻ്റെ ഘടന വേരിൻ്റെ ഘടനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത്. Examine and draw the pictures of the roots of a plant with a reticulated venation and a plant with a parallel venation. അതായത് റെട്ടിക്കുലേറ്റ് വീനേഷനും പിന്നെന്തുവാ പാരലൽ വീനേഷനുമുള്ള ചെടിയുടെ വേരുകൾ പരിശോധിച്ചിട്ട് അവയുടെ ചിത്രം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ചോദിച്ചിരിക്കുക, കമ്പയർ ദ പിക്ചേഴ്സ് യു ഡ്രൂ ആൻഡ് വിത്ത് ദ പിക്ചേഴ്സ് ബിലോ. നമ്മൾ വരച്ച ചിത്രവും നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രവും തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ നോക്കിക്കാൻ നമുക്ക് ഒരു ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ചിത്രം തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രാസ് പ്ലാന്റിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ. നമ്മളോട് ചിത്രങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അത് ചിത്രത്തിലേക്ക് നോക്കൂ. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ റൂട്ട് ഓഫ് ദ ജാക്ക് ഫ്രൂട്ട് ട്രീ? ഈ പ്ലാവിലെ വേരിൻ്റെ, നമുക്ക് ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ഒരു മരം തന്നിട്ടുണ്ട്, അതിൻ്റെ വേരിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ ഈസ് ദ റൂട്ട് ഓഫ് ദ ഗ്രാസ് പ്ലാന്റ് ഡിഫറെൻറ്റ് ഫ്രം ദ റൂട്ട് ഓഫ് ദ ജാക്ക് ഫ്രൂട്ട് ട്രീ? ഈ പ്ലാവിൻ്റെ വേരിൽ നിന്നും പുല്ലിൻ്റെ വേര് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡോണ്ട് യു സീ എ ലാർജ് റൂട്ട് ഗ്രോയിങ് ഫ്രം ദ സ്റ്റെം ഇൻ ദ റൂട്ട് സിസ്റ്റം ഓഫ് ദ ജാക്ക് ഫ്രൂട്ട് ട്രീ? ഓക്കെ, പിന്നെ പ്ലാവിലെ വേരുപടലത്തിൽ കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലിപ്പം കൂടിയൊരു വേര് കാണുന്നില്ലേ? അപ്പം നമുക്ക് ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ വേരിന് പരിശോധിക്കാം. നോക്കിയേ, ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ സ്റ്റെമ്മിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന മെയിൻ വേര് കണ്ടോ? ഒരു പ്രധാനപ്പെട്ട വലിപ്പം കൂടിയ വേര് കണ്ടോ? റൂട്ട് കണ്ടോ? ഈ റൂട്ടിനെ പറയുന്ന പേരാണ് എന്ത്? ദിസ് റൂട്ട് ഈസ് ദ ടാപ്പ് റൂട്ട്. ഈ വലിയ മെയിൻ റൂട്ടാണ് ടാപ്പ് റൂട്ട്. ടാപ്പ് റൂട്ടിൻ്റെ മലയാളം പറഞ്ഞാൽ തായ് വേര്. എന്താ? തായ് വേര്. The other small roots are growing from this root aren't they? ബാക്കി ഈ വേരിൽ നിന്നല്ലേ മറ്റു ചെറിയ വേരുകൾ വളർന്നിരിക്കുന്നത്, ശരിയല്ലേ? നോക്കിയേ, ഒരു പ്ലാവിൻ്റെ വേര് ഒരു മെയിൻ വേര് താഴത്തേക്ക് വന്നിരിക്കുന്നു. അതിൽ നിന്നാണ് ബാക്കി ചെറിയ റൂട്ട്സുകളെല്ലാം വളർന്നിരിക്കുന്നത്. ഈ മെയിൻ വേരിനെ പറയുന്ന പേരാണ് ടാപ്പ് റൂട്ട്. നോക്കിയേ, ഈസ് ദർ എ ലാർജ് മെയിൻ റൂട്ട് ഇൻ ദ റൂട്ട് സിസ്റ്റം ഓഫ് ദ ഗ്രാസ് പ്ലാന്റ്? പുൽച്ചെടിയുടെ വേര് പടലത്തിൽ പ്ലാവിലേതുപോലെ വലുപ്പമുള്ള ഒരു പ്രധാന വേര് കാണുന്നുണ്ടോ? പുൽച്ചെടിയുടെ വേര് നോക്കിക്കേ, കാണുന്നുണ്ടോ? ഇല്ല. ഇതിവിടെ എല്ലാവരെയും കൂടെ സ്റ്റെമ്മിൽ നിന്നും കുറേ വേരുകൾ അല്ലേ, കുറേ റൂട്ട്സുകൾ ഒരുമിച്ചാണ് കാണപ്പെടുന്നത്. ഒരു മെയിൻ വേര് നമ്മൾക്ക് കാണുന്നില്ല, ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് കോളത്തിൽ തന്നിട്ടുണ്ട്, വായിക്കാം. എ ടാപ്പ് റൂട്ട് സിസ്റ്റം ഈസ് എ റൂട്ട് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് എ ടാപ്പ് റൂട്ട് ഗ്രോയിങ് ഡൗൺവേഴ്സ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം ആൻഡ് ബ്രാഞ്ചിങ് റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് വെച്ചാൽ? സ്റ്റെമ്മിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന, അതായത് സ്റ്റെം എന്ന് വെച്ചാൽ കാണ്ഡം കേട്ടോ, സ്റ്റെമ്മിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും ഒരു ടാപ്പ് റൂട്ടും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും എന്ന് വെച്ചാൽ എന്താ? ശാഖാവേരുകൾ എന്ന് വെച്ചാൽ ചെറിയ ഈ ടാപ്പ് റൂട്ടിൽ നിന്ന് വളർന്നു വരുന്ന ചെറിയ ബ്രാഞ്ചിങ് റൂട്ട്സ് അല്ലേ, ബ്രാഞ്ചിങ് റൂട്ട്സും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ്. ഇവ രണ്ടും കൂടെ ചേർന്ന് കാണപ്പെടുന്ന വേരുപടലത്തെ പറയുന്ന പേരാണ് എന്ത്? ടാപ്പ് റൂട്ട്
സിസ്റ്റം അല്ലെങ്കിൽ തായ്വേര് പടലം. അപ്പോൾ എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം? എ ടാപ്പ് റൂട്ട് സിസ്റ്റം ഈസ് എ റൂട്ട് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് എ ടാപ്പ് റൂട്ട്. ഒരു ടാപ്പ് റൂട്ട് ഉണ്ടായിരിക്കും, ഒരു മെയിൻ വേരുണ്ടായിരിക്കും. ഗ്രോയിങ് ഡൗൺവേർഡ്സ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം ആൻഡ് ബ്രാഞ്ചിങ് റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. ഒരു മെയിൻ വേര്, അതായത് സ്റ്റെമ്മിൽ നിന്നും ഒരു മെയിൻ വേര് ഉണ്ടായിരിക്കും, അതിനെ ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. അതിൽ നിന്നും ഒരുപാട് ബ്രാഞ്ചിങ് റൂട്ട്സ്, ശാഖ പോലുള്ള വേരുകളും കൂടെ വളരുന്നതിനെ പറയുന്ന പേരാണ്, ഈ വേര് പടലത്തെ മൊത്തം പറയുന്ന പേരാണ് എന്ത്? തായ്വേര് പടലം അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം. എക്സാമ്പിൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. യു ക്യാൻ സീ ദ ടാപ്പ് റൂട്ട് സിസ്റ്റം ഇൻ മാംഗോ ട്രീസ് ആൻഡ് ജാക്ക് ഫ്രൂട്ട് ട്രീസ്. നമുക്ക് ടാപ്പ് റൂട്ട് സിസ്റ്റം കാണാൻ കഴിയുന്ന രണ്ട് മരങ്ങളാണ് മാവ്, പ്ലാവ്, മാംഗോ ട്രീയും ജാക്ക് ഫ്രൂട്ട് ട്രീയും. അടുത്ത് നോക്കിക്കേ, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഈസ് വൺ ഇൻ വിച്ച് മെനി ഫൈബർ ലൈക്ക് റൂട്ട്സ് ഗ്രോ ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. അതിന് നമുക്ക് ഫൈബ്രസ് റൂട്ടാണ് പഠിക്കേണ്ടത്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? അതായത് സ്റ്റെമ്മിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലം അല്ലേ? അതായത് സ്റ്റെമ്മിൻ്റെ ചുവട്ടിൽ നിന്ന് എല്ലാ വേരുകളും ചെറിയ നാരുകൾ പോലുള്ള വേരുകളെല്ലാം ഒരുമിച്ച് വളരുന്നത് അല്ല, ഒരുപോലെ നാരുകൾ ഒരുമിച്ച് വളരുന്നത്. അങ്ങനെ സ്റ്റെമ്മിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് എന്ത്? ഫൈബറസ് റൂട്ട് സിസ്റ്റം, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ നാരുവേര് പടലം. അപ്പോൾ ഓർത്താൽ മതി. മറ്റേതാണെങ്കിൽ ടാപ്പ് റൂട്ട് ആണെങ്കിൽ ഒരു മെയിൻ വേര് കാണും, അതിൽ നിന്നാണ് ചെറിയ ബ്രാഞ്ചിങ് റൂട്ട്സ്. ഫൈബറസ് റൂട്ട് ആണെങ്കിൽ സ്റ്റെമ്മിൽ നിന്ന് ഒരുപാട് ചെറിയ വേരുകൾ ഒരുമിച്ച് വളരുന്നു അല്ല, ഒത്തിരി ഒരുമിച്ച് കാണപ്പെടുന്നു. അങ്ങനെയുള്ള വേര് പടലമാണ് ഫൈബറസ് റൂട്ട് സിസ്റ്റം. ഓക്കെ, പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ദ ഗ്രാസ് ഫാമിലി ഹാവ് എ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. എന്താ പറഞ്ഞിരിക്കുന്നത്? പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളിലെല്ലാം എന്ത് വേരുപടലാണ് കാണപ്പെടുന്നത്? എന്ത് റൂട്ട് സിസ്റ്റം കാണപ്പെടുന്നത്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട ഗ്രാസിലെല്ലാം ഗ്രാസ് ഫാമിലി മൊത്തം കാണപ്പെടുന്നത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം നിങ്ങൾ മക്കളെ. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്താണെന്ന് പഠിക്കണം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്താണെന്ന് പഠിക്കണം. മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് അടുത്തിലേക്ക് പോവാം. Examine the leaves of the plant in your surroundings and list the venation and root system. നമുക്ക് ചുറ്റുപാടുമുള്ള സസ്യങ്ങളുടെ എന്തൊക്കെ വീനേഷനും അതുപോലെ തന്നെ വേരുപടലം അല്ലേ, റൂട്ട് സിസ്റ്റവും ഒക്കെ നോക്കിയിട്ട് പട്ടികയായി എഴുതാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പ്ലാന്റിൻ്റെ പേര് തന്നിട്ടുണ്ട്, ഗ്രീൻ ഗ്രാം. ഗ്രീൻ ഗ്രാമിൽ ഏതായിരിക്കും ഇത് വീനേഷൻ ഏതായിരിക്കും? ഗ്രീൻ ഗ്രാമിൽ റെട്ടിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും അല്ലേ. ഗ്രീൻ ഗ്രാം എന്ന് വെച്ചാൽ പയർ വീനേഷൻ റെട്ടിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും. റൂട്ട് സിസ്റ്റം ഏതായിരിക്കും? ഫൈബറസ് റൂട്ട് സിസ്റ്റമാണ്, അത് ഗ്രീൻ ഗ്രാമിലുള്ളത്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഗ്രാസ് അല്ലേ, ഗ്രാസ് എന്ന് വെച്ചാൽ ഗ്രാസ് ഫാമിലി നമുക്കറിയാം. വീനേഷൻ എന്താ? പാരലൽ വീനേഷൻ ആയിരിക്കും കേട്ടോ. അവിടെ പാരലൽ വീനേഷൻ. റൂട്ട് സിസ്റ്റം ഏതായിരിക്കും? ഫൈബറസ് റൂട്ട് സിസ്റ്റം. നമ്മൾ പഠിച്ച ഗ്രാസ് ഫാമിലി മൊത്തം എന്താണ്? ഫൈബറസ് റൂട്ട് സിസ്റ്റമാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ജാക്ക് ഫ്രൂട്ട് ട്രീ ആണ് പറഞ്ഞിരിക്കുന്നത്. ജാക്ക് ഫ്രൂട്ട് ട്രീയിലുള്ളത് വീനേഷൻ എന്ന് പറയുന്നത് റെട്ടിക്കുലേറ്റ് വീനേഷനാണ് അല്ലേ. റെട്ടിക്കുലേറ്റ് വീനേഷനും ഇത് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. പിന്നെ കോക്കനട്ട് ട്രീ എന്ന് വെച്ചാൽ നമുക്കറിയാം തെങ്ങ് അല്ലേ. തെങ്ങിൽ ഏത് വീനേഷൻ ആയിരിക്കും? തെങ്ങിൽ വീനേഷൻ പാരലൽ വീനേഷൻ ആയിരിക്കും. റൂട്ട് സിസ്റ്റം ഏതാ? ഫൈബറസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വീനേഷൻ ആൻഡ് ദ റൂട്ട് സിസ്റ്റം. എന്താ പറയുക? അതായത് വീനേഷൻ റൂട്ട് സിസ്റ്റം തമ്മിലുള്ള ബന്ധം നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അതർ ടൈപ്സ് ഓഫ് റൂട്ട്സ്. ഇനി നമുക്ക് കുറച്ച് വേറെ ടൈപ്പിലുള്ള വേരുകളെ കുറിച്ച് പഠിക്കാം. Although roots are usually grown from the radicle, some roots are formed from stems, branches, etc. They are prop root, stilt root and clinging root. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സാധാരണ നമ്മൾ പഠിച്ചു അല്ലേ. നമ്മൾ പഠിച്ച എന്താ? റാഡിക്കിൾ വളർന്നാണ് എന്തായി മാറുന്നത്? വേരായി മാറുന്നത് അല്ലേ. ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നത്. എന്നാൽ ഇവിടെ എന്താ? തണ്ടിൽ നിന്നും സ്റ്റെമ്മിൽ നിന്നും പിന്നെ എവിടെയാ? ബ്രാഞ്ചസ് അല്ലേ. ബ്രാഞ്ചസിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ റാഡിക്കലിൽ നിന്ന് മാത്രമല്ല വേരുകൾ ഉണ്ടാകുന്നത്, പിന്നെ സ്റ്റെമ്മിൽ നിന്നും വേരുകൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ബ്രാഞ്ചസിൽ നിന്നും വേരുകൾ ഉണ്ടാകുന്നു. ചില വേരുകളൊക്കെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വേരുകളെ പറയുന്ന പേരുകളൊക്കെ എന്താ? ഒന്ന് പ്രോപ്പ് റൂട്ട് അല്ലേ. പ്രോപ്പ് റൂട്ട് എന്ന് വെച്ചാൽ മലയാളത്തിൽ താങ്ങുവേരെന്നാണ് പറയുന്നത്, താങ്ങുവേര്. പിന്നെ ഏതാ? സ്റ്റിൽട്ട് റൂട്ട് എന്ന് വെച്ചാൽ മലയാളത്തിൽ പൊയ്ക്കാൽ വേര്. പിന്നെ ഏത് വേരാ? ക്ലിങ്ങിങ് റൂട്ട് എന്ന് വെച്ചാൽ മലയാളത്തിൽ പറ്റുവേര്. നമ്മളെവിടെയെങ്കിലും ചെടികളിൽ പറ്റി പിടിച്ച് വളരാൻ സഹായിക്കുന്നതാണ് ക്ലിങ്ങിങ് റൂട്ട്. അപ്പം ഏതൊക്കെയാണ് നമ്മുടെ പിന്നെ സ്റ്റെമ്മിൽ നിന്നല്ല റാഡിക്കലിൽ നിന്നല്ലാതെ സ്റ്റെമ്മിൽ നിന്നും ബ്രാഞ്ചസിൽ നിന്നും വളരുന്ന വേരുകൾ ഏതൊക്കെയാണ്?
പ്രോപ്പ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട്, ക്ലിങ്ങിങ് റൂട്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, ന്യൂമാറ്റോഫോർസ് ആർ എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് റൂട്ട് ഫൗണ്ട് ഇൻ മാംഗ്രൂവ്സ്. ന്യൂമാറ്റോഫോർസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് വേരുകളുണ്ട് അല്ലേ. അത് എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ടൽ ചെടിയിൽ അല്ലേ. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് ഏത്? ന്യൂമാറ്റോഫോർസ് അല്ലെങ്കിൽ ശ്വസന വേരുകൾ. The tips of these roots rise from the soil into the atmosphere. ഇതിൻ്റെ ടിപ്പ് എപ്പോഴും എന്തായിരിക്കും? ഈ വേരിൻ്റെ ടിപ്പ് മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും അല്ലേ. ഈ വേരിൻ്റെ ടിപ്പ് മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. ഈ ന്യൂമാറ്റോഫോർസിൻ്റെ വേരിൻ്റെ അഗ്രഭാഗം, ന്യൂമാറ്റോഫോർസിൻ്റെ അഗ്രഭാഗം, അതൊരു വേരിൻ്റെ പേരാണ് ന്യൂമാറ്റോഫോർസ്. അതിൻ്റെ അഗ്രഭാഗം എപ്പോഴും മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. ഈ വേര് ഏത് ചെടിയിൽ കാണുന്നതെന്നാണ് പറഞ്ഞത്? കണ്ടൽ ചെടിയിലെ മാത്രം കാണപ്പെടുന്ന വേരുകളാകട്ടെ ന്യൂമാറ്റോഫോർസ്. ഈ ന്യൂമാറ്റോഫോർസിൻ്റെ ടിപ്പാണ് മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നത്. എന്തിനായിരിക്കും അങ്ങനെ ഉയർന്നു നിൽക്കാൻ കാരണം? ദേ ആർ ഓൾസോ നോൺ ആസ് ബ്രീത്തിങ് റൂട്ട്സ് ആസ് ദ ഹെൽപ്പ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഈ ചെടിക്ക് ശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഇതെവിടെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നത്. അത് വാതക വിനിമയത്തിന് അല്ലേ, അന്തരീക്ഷത്തിൽ നിന്നും വാതകങ്ങളെ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ വലിച്ചെടുത്ത് നമ്മുടെ ശ്വസന പ്രക്രിയ നടത്തുന്നതിനും ഭക്ഷണം ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ വേരിൻ്റെ ടിപ്പ് എപ്പോഴും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വേരുകളെ ന്യൂമാറ്റോഫോർസിന് വേറൊരു പേരിൽ അറിയപ്പെടുന്ന ഏത് പേരില? ബ്രീത്തിങ് റൂട്ട്സ്. അപ്പം ന്യൂമാറ്റോഫോർസിനെ ബ്രീത്തിങ് റൂട്ട്സ് എന്ന് വിളിക്കാൻ കാരണം എന്താ? എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ദേ ഹെൽപ്പ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അല്ലേ. അവ സസ്യങ്ങളെ ശ്വസനത്തിന് സഹായിക്കുന്നു, അല്ലെങ്കിൽ സസ്യങ്ങളിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്നതുകൊണ്ടാണ് അവയെ എന്ത് വിളിക്കുന്നത്? ബ്രീത്തിങ് റൂട്ട്സ് എന്നും വിളിക്കുന്നത്. ന്യൂമാറ്റോഫോർസിനെ ബ്രീത്തിങ് റൂട്ട്സ് എന്നും വിളിക്കുന്നത്. മനസ്സിലായ മക്കളെ? നമുക്ക് കുറച്ച് ചിത്രം തന്നിട്ടുണ്ട്. ഈ നമ്മൾ പഠിച്ച 4 റൂട്ടുകളുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കണം. പ്രോപ്പ് റൂട്ടിൻ്റെ ചിത്രമാണ്. പ്രോപ്പ് റൂട്ട് എന്ന് വെച്ചാൽ താങ്ങ് വരെ വെച്ചാൽ നമ്മളൊരു മരമൊക്കെ മറിയാതെ വീണ് പോകാതെ അതിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഉണ്ടാകുന്ന വേരുകളാണ് ഈ പ്രോപ്പ് റൂട്ട് അല്ലെങ്കിൽ താങ്ങ് വരെന്ന് പറയുന്നത്. പിന്നെ സ്റ്റിൽറ്റ് റൂട്ട്, അതിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ക്ലിങ്ങിങ് റൂട്ട് അല്ലെ, ക്ലിങ്ങിങ് റൂട്ടിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. പിന്നെ ന്യൂമാറ്റോഫോർസിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വയ്ക്കണം. ചിലപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ഈ ചിത്രം തന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രം തന്നിട്ട് ഇത് ഏത് റൂട്ടാണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഈ ചിത്രം നിങ്ങൾ ഓർത്ത് മനസ്സിലാക്കി പഠിച്ച് വയ്ക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് മോണോകോട്ട് പ്ലാന്റ്സ് ആൻഡ് ഡയക്കോട്ട് പ്ലാന്റ്സ്. Observe the pictures and write the differences in root, leaf, stem and number of cotyledons in group 1 and of group 2. നോക്കിക്കേ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മോണോകോട്ട് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഏകബീജപത്ര സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളും. ചിത്രങ്ങൾ നിരീക്ഷിച്ച് 2 കൂട്ടം ചിത്രങ്ങളിലെയും വേര്, ഇല, തണ്ട്, ബീജപത്രങ്ങളുടെ എണ്ണം അല്ലെ, കോട്ടിലിഡൻസിൻ്റെ എണ്ണം എന്നിവയിലുള്ള വ്യത്യാസങ്ങൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഗ്രൂപ്പ് 1 ഒരു ചിത്രം കോക്കനട്ടിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് 2 ഒരു ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ചിത്രം തന്നിട്ടുണ്ട്. പിന്നെ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നമുക്ക് ആ ടേബിൾ പൂരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് താഴെ നോക്കിക്കേ. Plants shown in the figure 4.13 have only one cotyledon. Such plants are called monocot plants. എന്താ പറഞ്ഞിരിക്കുന്നത്? ചിത്രം 4.13ൽ ഒരു ബീജപത്രം മാത്രമേ ഉള്ളൂ, ഒരു കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ അല്ലേ. നോക്കിക്കേ, കോക്കനട്ടിൻ്റെ ഒരു പടം തന്നിട്ട് അതിനകത്ത് ഒരു കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ അല്ലേ. അങ്ങനെ ഒരു കോട്ടിലിഡൻ മാത്രമുള്ള സസ്യങ്ങളെ പറയുന്ന പേരാണ് മോണോകോട്ട് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഏകബീജപത്ര സസ്യങ്ങൾ. അടുത്ത് നോക്കിയേ, വാട്ട് ക്യാൻ വി കോൾ പ്ലാന്റ്സ് വിത്ത് 2 കോട്ടിലിഡൻസ്? അങ്ങനെയെങ്കിൽ 2 ബീജപത്രങ്ങളുള്ള 2 കോട്ടിലിഡൻസ് ഉള്ള സസ്യങ്ങളെ എന്ത് പേര് വിളിക്കാം? നമുക്കറിയാം അല്ലേ, ഒരു കോട്ടിലിഡൻ ഉള്ളെങ്കിൽ മോണോകോട്ട പ്ലാന്റ്സ് ആണെങ്കിൽ 2 കോട്ടിലിഡൻ ഉള്ള അപ്പോൾ ഡൈക്കോട്ട് പ്ലാന്റ്സ് അല്ലേ. അതെ, ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്ന് വിളിക്കാം. അടുത്ത് നോക്കിയേ, ഫൈബ്രസ് റൂട്ട്സ്, അൺബ്രാഞ്ച്ഡ് സ്റ്റെം ആൻഡ് ലീവ്സ് വിത്ത് പാരലൽ വീനേഷൻ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോണോകോട്ട് പ്ലാന്റ്സ്. അപ്പോൾ മോണോകോട്ട് പ്ലാന്റ്സിന് ചില പ്രത്യേകതകളുണ്ട് അല്ലേ, ചില സവിശേഷതകൾ കൂടിയുണ്ട്, അത് നമ്മൾ പഠിക്കണം. ഫൈബ്രസ് റൂട്ട്സ്, അപ്പോൾ ഈ മോണോകോട്ട് പ്ലാന്റ്സിൻ്റെ റൂട്ട് സിസ്റ്റം എങ്ങനെയായിരിക്കും? ഫൈബ്രസ് റൂട്ട്സ് ആയിരിക്കും. പിന്നെ അൺബ്രാഞ്ച്ഡ് സ്റ്റെം ആയിരിക്കും, സ്റ്റെമ്മിൽ ബ്രാഞ്ചുകളില്ല. നോക്കിക്കേ, കോക്കനട്ട് ട്രീയിൽ ബ്രാഞ്ചുകളുണ്ടോ? ഇല്ല. അപ്പം അൺബ്രാഞ്ച്ഡ് സ്റ്റെം ആയിരിക്കും. പിന്നെ എന്ത് ടൈപ്പ് വീനേഷൻ ആയിരിക്കും ഇലകളിൽ? ലീവ്സ് വിത്ത് പാരലൽ വീനേഷൻ ആയിരിക്കും അല്ലേ. പാരലൽ വീനേഷനാണ്, ഫൈബ്രസ് റൂട്ട്സ് ആണ്, അൺബ്രാഞ്ച്ഡ് സ്റ്റെം ആണ്. ഇതൊക്കെയാണ് മോണോകോട്ട് പ്ലാന്റ്സ്
പ്ലാന്റ്സിൻ്റെ പ്രത്യേകതകൾ. ഇനി നോക്കിക്കേ, ഡൈക്കോട്ട് പ്ലാന്റ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ ടാപ്പ് റൂട്ട് സിസ്റ്റം, ലീവ്സ് വിത്ത് റെട്ടിക്കുലേറ്റ് വീനേഷൻ എലോങ് വിത്ത് ബ്രാഞ്ചഡ് സ്റ്റെം. ഇനി ഇതുപോലെ തന്നെ മോണോക്കോട്ട് പ്ലാന്റ്സിൻ്റെ പോലെ തന്നെ ഡൈക്കോട്ട് പ്ലാന്റ്സിന് ചില പ്രത്യേകതകളുണ്ട്. ഏതൊക്കെയാണ് പ്രത്യേകതകൾ? അവയുടെ റൂട്ട് സിസ്റ്റം എങ്ങനെയുള്ളതാണ്? ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് അല്ലേ. നോക്കിയാൽ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ റൂട്ട് സിസ്റ്റം കണ്ടോ? നമ്മൾ പഠിച്ചതല്ലേ നേരത്തെ, ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലേ. അപ്പോൾ റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ടാണ്. പിന്നെ എന്താ ബ്രാഞ്ചഡ് സ്റ്റെം ആയിരിക്കും അല്ലേ. അതായത് നോക്കിക്കേ, ജാക്ക് ഫ്രൂട്ടിൽ ഒരുപാട് ബ്രാഞ്ചസ് ഇല്ലേ, അപ്പോൾ ബ്രാഞ്ചഡ് സ്റ്റെം ആയിരിക്കും. പിന്നെ അവയുടെ ഇലകളിൽ എങ്ങനെയുള്ള വീനേഷനാണ്? ഇങ്ങനെയുള്ള വീനേഷനുള്ള ഇലകളാണ്. റെട്ടിക്കുലേറ്റ് വീനേഷൻ ഉള്ള ഇലകളാണ് ജാക്ക് ഫ്രൂട്ട് ട്രീക്കുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഡൈക്കോട്ട് പ്ലാന്റ്സിൻ്റെ പ്രത്യേകതകൾ? ഡൈക്കോട്ട് പ്ലാന്റ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ ടാപ്പ് റൂട്ട് സിസ്റ്റം, ലിവ്സ് വിത്ത് റെട്ടിക്കുലേറ്റ് വീനേഷൻ എലോങ് വിത്ത് ബ്രാഞ്ചഡ് സ്റ്റെം. നോക്കിയേ, we can see some plants in our surroundings which do not show any such relationship between root and leaf. അതായത് ഈ വേരും ഇലയും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ കാണാൻ സാധിക്കും. അതിന് ഉദാഹരണം എന്തൊക്കെയാണ്? ടാറോ ആൻഡ് യാം ആർ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് വേരും ഇലയും തമ്മിൽ നമുക്കിപ്പോൾ പഠിച്ച പോലത്തെ ബന്ധങ്ങളൊന്നും കാണിക്കാത്ത ചില സസ്യങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണം നമുക്ക് തന്നിരിക്കുന്നത് ടാറോ എന്ന് വെച്ചാൽ ചേമ്പ്, യാം എന്ന് വെച്ചാൽ ചേന. ഇതാണ് നമ്മളുടെ ഉദാഹരണങ്ങളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിക്കേ, നമുക്ക് ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്താൽ ടേബിൾ ഒന്ന് നോക്കാം. പ്ലാൻ പാർട്ട് നമുക്ക് തന്നിട്ടുണ്ടല്ലേ, റൂട്ട്. നമുക്ക് ചിത്രം നോക്കി വേണം പൂരിപ്പിക്കാൻ കേട്ടോ. പ്ലാൻ പാർട്ട് റൂട്ട്. ഗ്രൂപ്പ് 1 എന്തായിരിക്കും? ഗ്രൂപ്പ് 1 നമുക്ക് തന്നിട്ടുണ്ട്. ഗ്രൂപ്പ് 1 ഏത് റൂട്ടായിരിക്കും? ഫൈബ്രസ് റൂട്ട് അല്ലേ, ഫൈബ്രസ് റൂട്ട്. ഗ്രൂപ്പ് 2 ടാപ്പ് റൂട്ട് അല്ലേ. പിന്നെ സ്റ്റെം എങ്ങനെയായിരിക്കും? ഗ്രൂപ്പ് 1 അൺബ്രാഞ്ചഡ് അല്ലേ. ഗ്രൂപ്പ് 2 ബ്രാഞ്ചഡ് സ്റ്റെം. പിന്നെ ലീഫ് എങ്ങനെയായിരിക്കും? ഗ്രൂപ്പ് 1 പാരലൽ വീനേഷൻ. ഗ്രൂപ്പ് 2 റെട്ടിക്കുലേറ്റ് വീനേഷൻ. ഇനി നമ്പർ ഓഫ് കോട്ടിലിഡൻസോ? ഗ്രൂപ്പ് 1 1 അല്ലേ. ഗ്രൂപ്പ് 2 2 കോട്ടിലിഡൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളിന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കണം കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ടു പ്രൊട്ടക്റ്റ് ഫ്രം എക്സ്റ്റെൻഷൻ എന്ന് വെച്ചാൽ എന്തുവാ? നമ്മൾക്ക് കുറേ ചെടികളൊക്കെ നമുക്ക് വംശനാശം വന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു പോകുന്ന ചെടികളെ സംരക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. Look at the pictures of plants used to be present in many areas and are now decreasing in number. പല പ്രദേശങ്ങളിലും മുമ്പുണ്ടായിരുന്നതും ഇപ്പോൾ എണ്ണത്തിൽ കുറവ് വന്നിട്ടുള്ളതുമായ സസ്യങ്ങളുടെ ചിത്രങ്ങളാണ് നോക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറച്ച് ചിത്രങ്ങൾ, 2 ചെടികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇന്ത്യൻ പ്രിക്ലി ആഷ് എന്ന് വെച്ചാൽ മുള്ളില അല്ലെങ്കിൽ മുള്ളില. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് തുമ്പ. തുമ്പ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, കാശിത്തുമ്പ. നമ്മൾ ഓണത്തിന് പൂക്കളിടുന്ന, ഓണത്തപ്പന് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇതല്ലേ, ഒരു ചെടിയല്ലേ കാശിത്തുമ്പ അല്ലേ, തുമ്പ. നോക്കിക്കേ, വിച്ച് പ്ലാന്റ്സ് ആർ ഇൻ ഡിക്ലൈൻ ഇൻ യുവർ ലൊക്കാലിറ്റി ലൈക്ക് ദിസ്. ഇതുപോലെ നിങ്ങളുടെ നാട്ടിൽ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടുള്ള സസ്യങ്ങൾ ഏതൊക്കെയാണ്? ശരിയല്ലേ, നമുക്ക് ഈ തുമ്പയൊക്കെ പണ്ട് നമ്മുടെ ടീച്ചറിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാടുണ്ടായിരുന്നു തുമ്പ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തുമ്പയൊക്കെ, തുമ്പച്ചെടികളൊക്കെ വളരെ വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. ഇത്തരത്തിലുള്ള ചെടികളെ കണ്ടെത്തി നമ്മളോട് ഒരു പട്ടിക തയ്യാറാക്കാനാണ് പറയുന്നത്. അടുത്ത് നോക്കിയേ, extinction is the reduction in the population of an organism and their disappearance from the earth. എന്താ? ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതാണ് വംശനാശം. അപ്പോൾ എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ എന്താ? വംശനാശം. എന്താണ് എക്സ്റ്റൻഷൻ? എക്സ്റ്റൻഷൻ ഈസ് ദ റിഡക്ഷൻ ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ആൻ ഓർഗാനിസം ആൻഡ് their disappearance from the earth. ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞിട്ട് ഭൂമിയിൽ നിന്നും ഇല്ലാതാകുന്നു അല്ലേ. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എക്സ്റ്റൻഷൻ. Major reason for this is the destruction of the natural habitat of the organism. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ജീവികളുടെ സ്വാഭാവിക ആവാസം നശിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. To save organisms from extinction, their natural habitats must be protected. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വാഭാവിക ആവാസങ്ങൾ സംരക്ഷിക്കേണ്ടത് ജീവികളുടെ എല്ലാം നിലനിൽപ്പിന് ആവശ്യമാണ്. അപ്പം നമ്മൾ വംശനാശം വരാതിരിക്കാൻ വേണ്ടി ഇവരുടെ ഹാബിറ്റായിട്ട് അല്ലേ, നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവിക ആവാസങ്ങൾ, ഹാബിറ്റായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലേ, സംരക്ഷിക്കണം.
അപ്പോൾ എക്സ്റ്റൻഷൻ എന്താണെന്ന് പഠിക്കണം. എക്സ്റ്റൻഷൻ ഈസ് ദ റിഡക്ഷൻ ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ആൻ ഓർഗാനിസം ആൻഡ് ദ ഡിസംപറൻസ് ഫ്രം ദ എർത്ത്. പിന്നെ പ്രധാനപ്പെട്ട റീസൺ എന്താ? എക്സ്റ്റൻഷൻ്റെ പ്രധാനപ്പെട്ട റീസൺ ആണ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓഫ് ദ ഓർഗാനിസം. അപ്പോൾ അവയുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിനെ സംരക്ഷിക്കുന്നത് വഴി നമുക്ക് എക്സ്റ്റൻഷനെ, ഈ വംശനാശത്തെ തടഞ്ഞു നിർത്താൻ പറ്റും അല്ലേ. അപ്പോൾ സ്വാഭാവിക ആവാസങ്ങൾ അല്ലേ, നാച്ചുറൽ ഹാബിറ്റാറ്റ് സംരക്ഷിക്കേണ്ടത് ജീവികളുടെ എല്ലാം നിലനിൽപ്പിന് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് സയൻസിൻ്റെ 4th ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.